മൂത്രത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിൽ ഈ ലക്ഷണങ്ങൾ പൊതുവായിട്ട് കണ്ടുവരാറുണ്ടെന്നുള്ളതാണ്. അടിവയറ്റിൽ വേദന വരിക, ഛർദ്ദിക്കാൻ വരിക, അതുപോലെ നല്ല കുളിരുള്ള പനി, ഉള്ളിൽ പനി ഉണ്ടാകും. അതാണ് പ്രത്യേകത. ദിവസവും നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 ലിറ്റർ വെള്ളം നിർബന്ധമായിട്ട് കുടിക്കണം. നല്ല സ്പൈസസുകൾ, എരിവ് കൂടിയ ഫുഡുകൾ നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. ഇടയ്ക്കിടയ്ക്കൊക്കെ മൂത്രമൊഴിക്കാനുള്ള ടെൻഡൻസി വരിക, മൂത്രത്തിൻ്റെ അളവിൽ മാറ്റങ്ങൾ വരിക, നല്ല സ്പൈസസുകൾ, എരിവ് കൂടിയ ഫുഡുകൾ നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. ഇടയ്ക്കിടയ്ക്കൊക്കെ കൈകാലുകളിൽ വേദന വരിക, മസിൽ കയറുക, അതുപോലെ നല്ല ക്ഷീണം തോന്നുക. പ്രത്യേകിച്ചൊരു 4 മണി 5 മണി വൈകുന്നേരം ശേഷം ചെയ്യുന്ന നല്ല ക്ഷീണം വരിക, ഒരു ഉറക്കം തൂങ്ങൽ, ജോലി ചെയ്യാനൊരു ഉന്മേഷമില്ല. അതുപോലെ തന്നെയാണ് നല്ല ഒരു ഛർദ്ദിക്കാൻ പോലെ, വോമിറ്റിംഗ് ടെൻഡൻസി. ഇങ്ങനെയുള്ള പല ലക്ഷണങ്ങൾ പല ആളുകളിൽ നിന്ന് സർവ്വസാധാരണമായിട്ട് കണ്ടുവരാറുണ്ടെന്നുള്ളതാണ്. ഇതെല്ലതും എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ബഹുഭൂരിപക്ഷം ആളുകൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മാറിയിട്ടുണ്ടല്ലോ, ഒരുപാട് കാലമായിട്ടുണ്ടായിരിക്കും. ഇതിന് ബേസിക് റീസൺ എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല. മിക്ക ആളുകൾക്ക് മൂത്രത്തിൽ പഴുപ്പുണ്ടെന്നുണ്ടെങ്കിൽ, മൂത്രത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിൽ ഈ ലക്ഷണങ്ങൾ പൊതുവായിട്ട് കണ്ടുവരാറുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂത്രത്തിൽ ഇൻഫെക്ഷൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അത് എന്തിലൂടെയൊക്കെയാണ് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ, ഇതിനൊരുപാട് മരുന്ന് കഴിക്കൊന്നും വേണ്ട, നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇത് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും, വീട്ടിൽ നിന്ന് തന്നെ മാനേജ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേര് ഡോക്ടർ സിറാജ്, മെഡിക്കൽ ഓഫീസർ QNB ഹെൽത്ത് കെയർ താമരശ്ശേരി. നമുക്കറിയാം, മൂത്രത്തിൽ പഴുപ്പ് എന്ന് പറയുമ്പോൾ പൊതുവേ എല്ലാ ആളുകളും വിചാരിക്കൽ എന്താണ്, മൂത്രമൊഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, മൂത്രമൊഴിക്കുന്ന സമയത്ത് എരിച്ചിലുണ്ടാവുക. അതുപോലെ ചില ആളുകൾക്ക് എന്ത് ചെയ്യും, മൂത്രമൊഴിക്കാനുണ്ടായിരിക്കും, പക്ഷേ വാഷ്റൂമിൽ പോയി ഇരിക്കുമ്പോൾ ഉണ്ടായിരിക്കില്ല, ജസ്റ്റ് എന്തോ കുറച്ചൊരു എന്തെങ്കിലുമൊക്കെ ഒന്ന് പോയി അല്ലെങ്കിൽ തുള്ളിയായിട്ട് വരും, പിന്നെ എന്ത് ചെയ്യുക, ഒരു ഫീലിംഗ് ഇല്ലാണ്ട് തിരിച്ചു വരിക. അപ്പോൾ മൂത്രം ഒഴിക്കാനുള്ള ടെൻഡൻസി വരും, പക്ഷേ മൂത്രം ശരിക്കും പോവുകയില്ല. പിന്നെ അതുപോലെ മൂത്രം പിടിച്ചു നിൽക്കാൻ പറ്റാത്ത കണ്ടീഷൻ വരിക, അടിവയറ്റിൽ വേദന വരിക, ഛർദ്ദിക്കാൻ വരിക, അതുപോലെ നല്ല കുളിരുള്ള പനി, ഉള്ളിൽ പനി ഉണ്ടാകും. അതാണ് പ്രത്യേകത. പല ആളുകളും എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ പനി ഉണ്ടായിരിക്കും, എക്സ്റ്റേണലി ചിലപ്പോൾ എന്തെങ്കിലും നമുക്ക് ഒരു പനിയുള്ള പോലെ നമുക്കൊന്ന് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ബേസിക് റീസൺ ഈ മൂത്രത്തിൽ പഴുപ്പിൻ്റെ ലക്ഷണങ്ങളാണ് ഈ പറഞ്ഞതല്ലത്. ഈ പറഞ്ഞതുപോലെ ഛർദ്ദിക്കാൻ വരുന്നത്, മോക്കാനും വരുന്നത്, ചിലപ്പോൾ തലചുറ്റൽ, ക്ഷീണം വരിക, അതേപോലെ മൂത്രമൊഴിക്കുന്ന സ്ഥലത്ത് നിന്ന് വേദന വരിക, ചൊറിച്ചിൽ വരിക, പിന്നെ മൂത്രം ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കേണ്ട ടെൻഡൻസി വരിക, മൂത്രത്തിൽ ബ്ലഡിൻ്റെ പ്രസൻസ് ഉണ്ടാവുക, മൂത്രത്തിൻ്റെ കളറ് തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, റെഡ് ആകണമെന്നില്ല, ചിലപ്പോൾ നല്ല ഡാർക്ക് കളറൊക്കെ ആയിട്ടുണ്ടായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ. ഇതൊക്കെ നമുക്കൊക്കെ അറിയുന്ന ലക്ഷണങ്ങളാണെന്നുള്ളതാണ്. ഇതല്ലാത്ത ചില ലക്ഷണങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. എസ്പെഷ്യലി എടുത്തു പറയാനുള്ളതാണെന്നുണ്ടെങ്കിൽ ബാക്ക് പെയിൻ ഉണ്ടായിരിക്കുന്ന, ഊരവേദന നല്ല രീതിയിൽ ഉണ്ടായിരിക്കുന്ന പല ആളുകളും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഈ ബാക്ക് പെയിൻ ആയിട്ട് വരും. ഇപ്പോൾ അവർ പല ഡിസ്കിന് കംപ്രഷൻ ഉണ്ട്, അതുണ്ട്, മറ്റ് പ്രശ്നങ്ങളുണ്ട്, മസിലിൻ്റെ പ്രശ്നമുണ്ട്, ഇതൊക്കെ നോക്കും. പക്ഷേ ഇത് എല്ലാ സിസ്റ്റം വെച്ചിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും ഇതിനൊന്നും മാറ്റം ഉണ്ടായിരിക്കില്ല, കുറവുണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് റീസൺ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇവർ യൂറിൻ എടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ എന്തുണ്ടാകും, യൂറിനിൽ നല്ല സിവിയർ ആയിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാകും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവരിതിൽ ശ്രദ്ധ കൊടുക്കില്ല എന്നുള്ളത് പ്രത്യേകം പറയാനുള്ളത്. വീട്ടിലത്തെ പണിയും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്ത് ചെയ്യും, വെള്ളം കുടിക്കുന്നതിൽ ശ്രദ്ധിക്കില്ല, മൂത്രം ഒഴിക്കുന്നതിൽ ചിലപ്പോൾ ശ്രദ്ധ ചെലുത്തില്ല, ഇതിലൊന്നും ശ്രദ്ധിക്കില്ല. അവസാനം അങ്ങേയറ്റം പ്രയാസത്തിലേക്ക് എത്തുന്ന സമയത്താണ് പലപ്പോഴും ക്ലിനിക്കുകളിൽ എത്താറുള്ളത്. അപ്പോൾ നമ്മളിത് എടുക്കുന്ന സമയത്ത് ചിലപ്പം വളരെ പല ഇൻഫെക്ഷനിലേക്ക് എന്ത് ചെയ്യും, എത്തിയിട്ടുണ്ടാകും. അപ്പോൾ ആൻറ്റിബയോട്ടിക്കും മറ്റു കാര്യങ്ങളൊക്കെ മെഡിസിൻ കൂടുതലായിട്ട് എടുക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ അലക്ഷ്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, അലക്ഷ്യമില്ലാതെ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് മറ്റു പല സിംറ്റംസും നമ്മുടെ ബോഡി കാണിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാക്ക് പെയിൻ വരിക, അതേപോലെ തന്നെയാണ് ചിലപ്പോൾ വയറിൻ്റെ ഒരു ഭാഗത്ത് തന്നെ നല്ല രീതിയിൽ വേദന വരിക, ചിലപ്പോൾ നമുക്ക് നല്ല വോമിറ്റിംഗ് ടെൻഡൻസി, ഛർദ്ദിക്കാൻ വരുന്ന അവസ്ഥ വരിക, കുളിർ നല്ല വിറച്ച് പനിക്കുന്ന ഒരവസ്ഥയ്ക്ക് വരിക. ഇങ്ങനെ പല അവസ്ഥയിലേക്ക് എന്ത് ചെയ്യും, ഇത് എത്തിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ രോഗം ഇത് പുരുഷന് വരും, സ്ത്രീക്കും വരും എന്നുള്ളത്. പക്ഷേ കൂടുതൽ വരാൻ സാധ്യത ആർക്കാണ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്കാണ്. കാരണം സ്ത്രീകൾക്ക് വരാനുള്ളൊരു കാരണം പ്രധാനമായിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഒരു മലദ്വാരവും അവരുടെ മൂത്രനാളിയും ഒക്കെ എന്താണ് ഒരു നിയറസ്റ്റ് ആയിട്ട് അടുത്തടുത്ത് വരുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മലദ്വാരം ആ ഒരു ഭാഗത്ത് എന്തെങ്കിലും ഇൻഫെക്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മൂത്രനാളിയിലേക്ക് പെട്ടെന്ന് വരാനും അവിടെ സ്പ്രെഡ് ഉണ്ടാകാനും പെട്ടെന്ന് ഇൻഫെക്ഷനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണെന്നുള്ളതാണ്. അതുമാത്രമല്ല പല ആളുകളും, അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഇന്നത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈഡ്രേഷൻ പ്രോപ്പറായിട്ട് നിലനിർത്തുന്നില്ല എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, നമുക്ക് നമ്മുടെ ബോഡിയിൽ 75% ഓൾമോസ്റ്റ് എന്താണ് വെള്ളമാണ്, 3/4% വെള്ളമാണ്. അപ്പോൾ ആ ഒരു 3/4% അത്ര വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് ചെറിയൊരു അളവ്
മാറ്റം വന്നാൽ തന്നെ നമുക്ക് നമ്മുടെ ബോഡി മെറ്റബോളിസത്തിൽ തന്നെ എന്ത് ചെയ്യും, മാറ്റങ്ങൾ വരും. നമ്മുടെ യൂറിൻ ഔട്ട്പുട്ട് മാത്രമല്ല, നമുക്ക് ക്ഷീണം വരും, മുടി കൊഴിച്ചിലുണ്ടായിരിക്കും, ഗ്യാസിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവും, കോൺസ്റ്റിപ്പേഷൻ്റെ ഇഷ്യൂസുകൾ ഉണ്ടാവും. അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എന്ത് ചെയ്യും, ഈ ഹൈഡ്രേഷൻ കുറയിലോട് കൂടിയിട്ട് വരും എന്നുള്ളതാണ്. അപ്പോൾ ദിവസവും നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 ലിറ്റർ വെള്ളം നിർബന്ധമായിട്ട് കുടിക്കണം. ഈ 3 ലിറ്റർ വെള്ളം കുടിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാകെ അറ്റടേയും കുടിക്കണം എന്നല്ല. അതായത് ചില ആളുകൾ നമ്മൾ പേഷ്യൻസിനോട് പറയുന്നത് നിങ്ങൾ 3 ലിറ്റർ വെള്ളം കുടിക്കണം എന്നല്ലേ. അപ്പോൾ പേഷ്യൻ്റ് ചിലപ്പോൾ ഉറങ്ങാൻ നിൽക്കുന്ന സമയത്തായിരിക്കും ഓക്കെ എന്ന് ഞാൻ 1 ലിറ്റർ കുടിച്ചിട്ടുള്ളൂ, 2 ലിറ്റർ കൂടി കുടിക്കാനുണ്ട്, എന്നിട്ട് 2 ലിറ്റർ അല്ലെങ്കിൽ അപ്പോൾ ആ ഒരു സമയത്ത് കുടിച്ച് തീർക്കുക. അത് ചെയ്യരുത്. നമ്മൾ ആ ഒരു 24 ഹവർ 24 മണിക്കൂറിൻ്റെ ഒരു സമയത്ത് എന്ത് ചെയ്താൽ മതി, 3 ലിറ്റർ ആവശ്യത്തിന് വെള്ളം ചെയ്യാതെ വിട്ട് കുടിക്കുക എന്നുള്ളതാണ്. ഒരുപാട് കുടിക്കുക എന്നല്ല. അത് മാത്രമല്ല, നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്ത് അതിൽ കഫീന് അല്ലെങ്കിൽ കോഫി, അതുപോലെ ചായ, മറ്റു ബീവറേജസുകളൊക്കെ ഉണ്ടല്ലോ, അത് ഒഴിവാക്കണം. അതിൽ മിക്കതും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് യൂറിൻ ഔട്ട്പുട്ട് കൂട്ടുന്നത്. ഈ കഫീനൊക്കെ എങ്ങനെയാണ്, അതുപോലെ തന്നെ നമ്മൾ എസ്പെഷ്യലി ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, മൂത്രം നല്ല രീതിയിൽ ഡീഹൈഡ്രേഷൻ ബോഡിയിൽ നല്ലവണ്ണം ഉണ്ടാകും. അപ്പോൾ നല്ല രീതിയിൽ മൂത്രപ്പഴുപ്പും മൂത്രത്തിൽ ഇൻഫെക്ഷനുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യണം, ഈ കഫീനും ഈ പറഞ്ഞതുപോലെ ബീവറേജസുകളും ഹൈ ഷുഗറുള്ള ഡ്രിങ്ക്സുകളും അതുപോലെ തന്നെ ചായകളൊക്കെ എന്ത് ചെയ്യണം, പരമാവധി ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല സ്പൈസസുകൾ, എരിവ് കൂടിയ ഫുഡുകൾ നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. എരിവ് കൂടുന്ന ചില ഫുഡുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രിഗറിങ് ഉണ്ടാക്കും. നമുക്കറിയാം, നമ്മൾ എരിവുള്ള ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിലപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളുണ്ടാകും, നെഞ്ചരിച്ചിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. എന്നതുപോലെ ചില ആളുകൾ ഇച്ചിങ്, ബോഡിയിൽ ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടുന്നുള്ളതാണ്. അപ്പോൾ എന്നതുപോലെ തന്നെ ചിലപ്പോൾ മൂത്രനാളിൻ്റെ ഭാഗത്തൊരു ട്രിഗറിങ് വരിക, ഇടയ്ക്കിടയ്ക്കൊക്കെ മൂത്രമൊക്കെയുള്ള ടെൻഡൻസി വരിക, മൂത്രത്തിൻ്റെ അളവിൽ മാറ്റങ്ങൾ വരിക, ഡീഹൈഡ്രേഷൻ നല്ലോണം വരിക, ഇങ്ങനെ പലതരത്തിലുള്ള അസ്വസ്ഥതകളുണ്ടാകും. അപ്പോൾ ട്രിഗറിങ് ഉണ്ടാക്കുന്ന ഈ കൂടുതൽ സ്പൈസസ് കൂടിയിട്ടുള്ള കരിച്ചതും പൊരിച്ചതുമായിട്ടുള്ള ഹെവി ഫുഡുകൾ എന്ത് ചെയ്യണം, നമ്മൾ നിർബന്ധമായിട്ട് ഒഴിവാക്കൽ തന്നെയാണ് വളരെ അത്യാവശ്യമാണെന്നുള്ളതാണ്. പിന്നെ ഇത് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ വെള്ളത്തിൻ്റെ പറഞ്ഞു, അതേപോലെ തന്നെ ഫുഡിൻ്റെ വിഷയത്തിൽ ഞാൻ പറഞ്ഞു. ഫുഡിൽ നമുക്കെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുക കേട്ടോ. നല്ല വാട്ടറി ആയിട്ടുള്ള കുക്കുംബർ, അതുപോലെ വാട്ടർ മെലണ്, ഇങ്ങനെയുള്ളതൊക്കെ നല്ല കഴിക്കണം, നല്ലതാണ്. എസ്പെഷ്യലി അതുപോലെ അനാറ്, മാതളപ്പഴം ഉണ്ടല്ലോ, അതൊക്കെ കഴിക്കണം, നല്ലതാണ്. നമ്മുടെ ഹൈഡ്രേഷൻ പ്രോപ്പറായിട്ട് നിലനിർത്താനൊക്കെ അത് ഹെൽപ്ഫുള്ളാണ്. പിന്നെ അതുപോലെ എക്സസ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു ഇറിറ്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനും എന്ത് ചെയ്യാണ്, ഈ പറഞ്ഞ ഫ്രൂട്ട്സുകളും വെജിറ്റബിൾസുകളൊക്കെ വളരെ നല്ലതാണെന്നുള്ളതാണ്. ഇനി അതേപോലെ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന തൈര്, മോര് എന്നുള്ളത് കേട്ടോ. ഈ തൈര്, മോര് എന്ന് വെച്ചാൽ അതിലൊരുപാട് നല്ല നല്ല ബാക്ടീരിയകൾ ഉണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു സ്ത്രീയുടെ വെജൈനൽ ഏരിയയിൽ അവിടുത്തെ ഒരു pH ഡിഫറൻറ്റ് ഉണ്ടായിരിക്കും. അത് പൊതുവെ നോർമലായിട്ട് ഉണ്ടാക്കുന്ന, കാരണം അവിടെ ഇൻഫെക്ഷൻ ഒന്നും ഇല്ലാണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടിയുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു pH എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ്. നമ്മളത് കൂടുതലായിട്ട് സോപ്പിട്ട് കഴുകുക അല്ലെങ്കിൽ കൂടുതലായിട്ട് വാഷ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എന്ത് ചെയ്യും, അവിടെ ഉണ്ടാകുന്ന നല്ല ബാക്ടീരിയകൾ ചിലപ്പോൾ എന്ത് ചെയ്യും, നഷ്ടപ്പെട്ടു പോകാനും ചീത്ത ബാക്ടീരിയ അവിടെ വരാനും ഇൻഫെക്ഷൻ സാധ്യതകളൊക്കെ വളരെ കൂടുതൽ, വജൈനൈറ്റിസ് എന്നുള്ള ആ ഒരു കണ്ടീഷനൊക്കെ വരും. അപ്പോൾ മൂത്രത്തിൽ എന്ത് ചെയ്യും, ആ ഒരു ഭാഗത്തൊക്കെ ഇൻഫെക്ഷൻ പെട്ടെന്ന് വരും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അമിതമായിട്ട് സോപ്പ് തേക്കലും അമിതമായിട്ട് വാഷിങ് ചെയ്യുന്ന സിസ്റ്റം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ മാറ്റി വെക്കുക എന്നുള്ളതാണ്. മാത്രമല്ല ഭക്ഷണത്തിൽ എന്ത് ചെയ്യുക, നല്ല ബാക്ടീരിയകൾ ഉണ്ടാകുന്ന നല്ല ബാക്ടീരിയ, നമ്മുടെ ലാക്ടോബാസിലസ് പോലെയുള്ള നല്ല ബാക്ടീരിയകൾ നമ്മുടെ ബോഡിക്ക് അത്യാവശ്യമുണ്ട്. അപ്പോൾ ഇതാണ് അവിടെ ശരിക്കും ആക്ച്വലി അവിടുത്തെ pH മെയിൻറ്റെയിൻ ചെയ്യുന്നത്, നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യണത്. അപ്പോൾ ദിവസം എന്ത് ചെയ്യുക, നല്ല തൈര്, മോര്, ഇങ്ങനെയുള്ള നല്ല പുളിപ്പിച്ച ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. പക്ഷേ ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ നല്ല രീതിയിൽ മസാല ചേർത്തിട്ടോ അല്ലെങ്കിൽ എരിവ് ചേർത്തിട്ടോ കഴിക്കരുത്. കാരണം ആ എരിവ് കാരണം എന്ത് ചെയ്യും, ഇത് ട്രിഗറിങ് ഉണ്ടാക്കും, നമുക്ക് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ സ്പൈസസ് ഒന്നും ഇല്ലാതെ, കൂടുതൽ എരിവുകളൊന്നും ഇല്ലാതെ, മുളകൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല രീതിയിലുള്ള ഈ തൈര്, മോരൊക്കെ കഴിക്കുന്നത് നമ്മുടെ ഈ ഒരു ഇൻഫെക്ഷൻ കുറയ്ക്കാനും ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും ഇമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഇമ്മ്യൂണിറ്റി എടുത്ത് പറയേണ്ടതാണ്. ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആളുകൾക്ക് മൂത്രത്തിൽ പഴുപ്പ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നില്ല. പ്രത്യേകിച്ച് വൈറ്റമിൻ ഡിയും വൈറ്റമിൻ B12, വൈറ്റമിൻ സി ഒക്കെ കുറഞ്ഞ ആളുകളിൽ എന്ത് ചെയ്യും, ഈ പറഞ്ഞതുപോലെ ഇൻഫെക്ഷൻ ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇത് പെട്ടെന്ന് മാറി കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യുക, ഇത് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി ഒക്കെ സ്പെഷ്യലായിട്ട് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അത് പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, അതിൽ മറ്റെന്തെങ്കിലും ഉണ്ടോയെന്നുണ്ടെങ്കിൽ പിന്നെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അതിൽ കുറവുണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, അതിനുള്ള മരുന്ന് അല്ലെങ്കിൽ അതിനുള്ള സപ്ലിമെൻറ്റുകൾ നമ്മൾ കഴിക്കൽ അത്യാവശ്യമാണെന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെയാണ് നമ്മളിതിൽ വിട്ടുപോകാതെ അല്ലെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൈജീനിക്ക്, വൃത്തിയുടെ കാര്യത്തിൽ ചില ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞു ഓവറായിട്ട് അവിടെ കഴുകി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതേപോലെ തന്നെയാണ് സോപ്പ് അമിതമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാലും അതും പ്രശ്നമാണ്. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നല്ല ബ്രീത്തബിൾ ആകുന്ന, സ്കിൻ ബ്രീത്തബിൾ ആകുന്ന കോട്ടൺ യൂസ് ചെയ്തിട്ടുള്ള ഇന്നർ വെയറുകൾ
മെറ്റീരിയലുകൾ അണ്ടർവെയറുകൾ യൂസ് ചെയ്യുക എന്നുള്ളത്. അല്ലാതെ നമ്മൾ പോളിസ്റ്ററുകൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവിടെ ഒരു ഹീറ്റിംഗ് അവിടെ ഉണ്ടായിരിക്കും, ഒരു ചൂട് അവിടെ നിലനിൽക്കുകയും അത് വിയർപ്പുണ്ടാവുക, പിന്നീട് അവിടെ എന്ത് ചെയ്യും, ഈ പറഞ്ഞ ബാക്ടീരിയ ഗ്രോത്തിന് അത് നല്ല സഹായകമാകുന്ന ഒരു എൻവയോൺമെൻ്റ് ആയിട്ട് മാറും. ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വരും. അപ്പോൾ അതുമൂലം എന്ത് ചെയ്യും, നമുക്ക് മൂത്രത്തിൽ പഴുപ്പ്, ഇൻഫെക്ഷന്, വജൈനൽ ഇൻഫെക്ഷന് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വരും. അപ്പോൾ എപ്പോഴും ബ്രീത്തബിൾ ആകുന്ന ഇന്നർവെയർ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, ഈ ഒരു ഇന്നർവെയർ ക്ലീൻ ആക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല, ദിവസവും ഒരു ഇന്നർവെയർ മാത്രമേ യൂസ് ചെയ്യരുത്. റിപ്പീറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുക, മാറ്റി യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ഒരേ സാധനം നമ്മൾ കുറേ സമയം നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഇൻഫെക്ഷനുള്ള ടെൻഡൻസി അല്ലെങ്കിൽ സാധ്യതകൾ വളരെ കൂടുതലാണെന്നുള്ളതാണ്. അപ്പോൾ ഇനി ഇതൊന്നുമല്ല ഇതിൻ്റെ പ്രത്യേകത. എന്താ പറയുക, അപ്പോൾ ഈ കാരണങ്ങൾ, ഇത് വെള്ളം കുടിക്കണം എന്നുള്ളതും ഈ ഫുഡ് ഒഴിവാക്കണം എന്നുള്ളതും ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലും പിന്നെ അതുപോലെ ഹൈജീനിക്കിൻ്റെ കാര്യത്തിലും ഇതെല്ലതും പല ആളുകൾക്കും അറിയാം എന്നുള്ളതാണ്. പക്ഷെ എന്ത് ചെയ്യില്ല, ഇത് പരിഗണിക്കില്ല എന്നുള്ളതാണ്. ഇത് പരിഗണിക്കാതെ നിന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് സെർവിക്സിന് ഇൻഫെക്ഷൻ വരും, അതുപോലെ തന്നെ ബ്ലാഡറിന് ഇൻഫെക്ഷൻ വരും, അതുപോലെ കിഡ്നിയിലേക്കൊക്കെ എന്ത് ചെയ്യും, അത് ഇൻഫെക്ഷൻ വരാനും സിസ്റ്റമിക് ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് പിന്നെ വലിയൊരു കോഴ്സായിട്ട് നമ്മൾ മെഡിസിനും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. നമ്മളെന്ത് ഇങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ലാബിൽ പോയിട്ട് നമുക്ക് വേണമെങ്കിൽ CBC രക്തം ടെസ്റ്റ് ചെയ്ത് നോക്കാം, അതുപോലെ യൂറിൻ്റെ സാധാരണ ടെസ്റ്റുകളുണ്ട്, അതൊക്കെ ചെയ്ത് നോക്കുക. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഹൈഡ്രേഷൻ കൂട്ടാം. തുടക്കത്തിലാണ് ബാക്ടീരിയ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിൽ വെള്ളം കുടിച്ചാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ മൂത്രത്തിലുള്ള ഇൻഫെക്ഷന് നമുക്ക് പുറന്തള്ളാനും ഹെൽത്തി ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ മൂത്രത്തിൽ ഇൻഫെക്ഷൻ ഉള്ള ആളുകൾ, ഇതുപോലെ ബുദ്ധിമുട്ടുള്ള ആളുകൾ, ചില ആളുകൾ റിപ്പീറ്റഡ് ആയിട്ട് വരും, ഞാൻ നേരത്തെ പറഞ്ഞു റിപ്പീറ്റഡ് ആയിട്ട് വരും, പിന്നെ അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് വീണ്ടും കാണാം. താങ്ക് യു.